മെഡരിക്കോട് ദേശീയപാതയിൽ ബൈക്ക് കൊണ്ടുള്ള യുവാവിന്റെ അഭ്യാസ പ്രകടനം നമ്മൾ നേരത്തെ കണ്ടതാണ്. അപകടകരമായി വാഹനം ഓടിച്ച ഇയാളെ തടഞ്ഞത് നാട്ടുകാർ തന്നെയാണ്. അവർ തടഞ്ഞ് നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു. ജംഷീർ കൊടിഞ്ഞ വിവരങ്ങൾ നൽകും. ജംഷീർ, യുവാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇവിടത്തുകാരനാണ് ഇയാൾ. ദിവ്യാൻ സൈഫു ഇയാൾ തിരൂർ മംഗളം കൂട്ടായി സ്വദേശിയായ മുഹമ്മദ് ഫാരിസ് എന്ന 27-കാരനാണ്. ഇയാൾ എഡ്രിക്കോട് വെച്ചാണ് ഇന്നലെ വൈകുന്നേരം സംഭവം. എഡ്രിക്കോട് വെച്ചാണ് ഇയാൾ ദേശീയ 6 പാതയിലേക്ക് കയറുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് കക്കാട് വരെ ഒരു 5-6 കിലോമീറ്ററോളം ഇയാൾ ഇങ്ങനെ ഈ ബൈക്കിൽ അഭ്യാസം നടത്തി പോവുകയായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോഴത്തെ നവീകരിച്ച ദേശീയപാത 6 പാത എന്ന് പറയുന്ന വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുന്ന ഒരു റോഡാണ്. ആ റോട്ടിലാണ് ഇയാൾ ട്രാക്കുകൾ മാറിക്കൊണ്ടൊക്കെ കൈ വിട്ടുകൊണ്ടും കിടന്നുകൊണ്ടും ചരിഞ്ഞിരുന്നു കൊണ്ടുമൊക്കെ ഈ ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തുന്നത്. വലിയ ഒരു അപകട സാധ്യത, അപകടം ഉണ്ടാകാനേക്കാവുന്ന ഒരു സംഭവമായിരുന്നു. ഭാഗ്യത്തിനാണ് വലിയ ഒരു അപകടം ഒഴിവായത്. ഇയാൾ മാത്രമല്ല, മറ്റു വാഹനങ്ങൾ പോലും, മറ്റു യാത്രക്കാർ പോലും അപകടത്തിൽപ്പെടാവുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇയാളെ മറ്റു യാത്രക്കാരും നാട്ടുകാരും പിന്തുടർന്ന് കക്കാട് വെച്ച്, ദേശീയപാത കക്കാട് വെച്ച് പിടികൂടുകയായിരുന്നു. പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചു. അങ്ങനെ തിരുവരങ്ങാടി പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. യുവാവ് മദ്യപിച്ചിരുന്നതായാണ് പോലീസ് പറയുന്നത്. മദ്യത്തിന്റെ ലഹരിയിലാണ് ഇയാൾ ഇങ്ങനെ കാണിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് പറയുന്നത്. ഇയാളെ തിരുവരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ വാഹനം പോലീസ് ബുള്ളറ്റ് വാഹനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളുടെ ലൈസൻസ് റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുന്നുണ്ട്. ഇയാളുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യം പോലീസ് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഗുരുതരമായ ഒരു അഭ്യാസ പ്രകടനം അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ആ യുവാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. വളരെ ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. കൈ വിട്ടുകൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ റോഡിലൂടെ അഭ്യാസം നടത്തുന്നു. അതും നവീകരിച്ച 6 പാതയിലൂടെയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായാലും വലിയ അപകടങ്ങളും സംഭവിക്കാത്തതും ആളുകൾ കൃത്യസമയത്ത് ഇടപെട്ട് അയാളെ പോലീസിൽ ഏൽപ്പിച്ചതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. അല്ലെങ്കിൽ അയാൾ ആ റോഡിലൂടെ തുടരുകയും മറ്റു വാഹനങ്ങൾ ഇടിക്കുകയും വലിയൊരു അപകടത്തിന് സാധ്യത ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ദിവ്യാൻ സൈഫ്.